ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ക്ലൗഡ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം എന്നാണ്. ജസ്റ്റ് ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യമേ ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു, ക്ലൗഡ് ഡൗൺലോഡ് നോക്കുന്നു. ക്ലൗഡ് തന്നെ നമുക്ക് ഇതിനകത്ത് വിൻഡോസിൻ്റെ ഓപ്ഷൻ കാണിക്കുക. വിൻഡോസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് സേവ് കൊടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. ക്ലൗഡ് റൺ ചെയ്യുക സാധാരണ എങ്ങനെയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ അതിൻ്റെ ഫയൽസ് ഇൻസ്റ്റാൾ ചെയ്യുക, കാര്യങ്ങളെല്ലാം ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻസ്റ്റാൾഡ് ഓപ്ഷനിലേക്ക് പോകുമായിരിക്കും മേ ബി. അപ്പം നിങ്ങൾ സാധാരണ നോർമൽ രീതിയിൽ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. വേറെ ഒന്നും നമ്മളിപ്പോൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഞാൻ കാണിക്കാം. ഓക്കെ, ഞാനിത് ക്യാൻസൽ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ക്ലൗഡ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലൗഡ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഇൻ്റർഫേസിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ സാധാരണ നമ്മുടെ എന്താ പറയുന്നത് സൈൻ ചെയ്യാം. അതായത് നമുക്ക് ഗൂഗിൾ വെച്ചിട്ടോ അങ്ങനെ സൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇതാണ് ടെക്നിക്ക്. ഇവിടെ ഒരു 3 ഡോട്ട് ഉണ്ട്. അവിടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ ഇവിടെ നമ്മൾ ഹെൽപ്പിൽ പോകണം. അപ്പോൾ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടോ അതായത് ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഫസ്റ്റ് ഈ ഹെൽപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് അവിടെ ട്രബിൾ ഷൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എനേബിൾ ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ കാണിക്കും. അതായത് ഡെവലപ്പർ മോഡ് എനേബിൾ ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് തന്നെ ഉണ്ടാവും ആ ഒരു ഓപ്ഷൻ. അപ്പോൾ അത് നമ്മൾ എനേബിൾ ചെയ്യണം. ഓക്കെ, അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മറ്റൊന്ന് റീസ്റ്റാർട്ട് ആയി വരും. മറ്റൊന്ന് വീണ്ടും ഇങ്ങനൊരു ഓപ്ഷനിൽ ഇവിടെ ഡെവലപ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ ഈ കോൺഫിഗ് ചെയ്യണം. അതായത് നമുക്ക് ജസ്റ്റ് കോൺഫിഗ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫയൽ നമുക്കിനകത്തുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. കണക്ഷൻ എന്ന് പറഞ്ഞൊരു ഇൻ്റർഫേസിലേക്ക് വരും. അപ്പോൾ ഇവിടെ ഓക്കെ, ഇവിടെ ഒരു APK യുടെ ഒരു ഇത് കാണും. പക്ഷേ അതിനകത്തൊന്നും കാണില്ല. ഇവിടെ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. ഈ ഒരു ഓപ്ഷനിലായിരിക്കും കിടക്കുന്നത്. ഓക്കെ, ഇതും വേറൊരു ഓപ്ഷനിലേക്കായിരിക്കും കിടക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കിടക്കുന്നത് ഫസ്റ്റ് നമുക്ക് കിട്ടുമ്പോഴത്തേന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത്രയും ചെയ്ത് നമ്മൾ ഡെവലപ്പറിൽ ഈ ഒരു ഓപ്ഷനിലേക്ക് എത്തിയിട്ട് ഈ ലിങ്ക് ഉണ്ടോ, ഈ ലിങ്കും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്തൊരു സൈറ്റിലേക്ക് പോകാം. ജസ്റ്റ് നമ്മൾ ഈ എയറോ ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എയറോ ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഇതിൽ നമ്മൾ ഫ്രീ സൈൻ കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് സൈൻ ചെയ്ത് നമ്മൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ഓക്കെ, ഇവിടെ ഉണ്ട് ന്യൂ APK എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ്. ഞാൻ ഓൾറെഡി API യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മേ ബി എനിക്കിപ്പം മേ ബി ഒരെണ്ണം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരെണ്ണം ഡിലീറ്റ് ചെയ്തിട്ടെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കടന്ന് ഞാൻ കളഞ്ഞിട്ട് പുതിയൊരു APK ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, എനിക്ക് ഇവിടുത്തെ ഈ API ഇതാണ് നമ്മുടെ API. ഈ ഒരു വരുന്ന ഇതാണ് API. നമ്മൾ കോപ്പി ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ക്ലൗഡിൽ പോയി ഈ ഇവിടെ മാറ്റി API എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കണം. ഓക്കെ, ഇവിടെ മാറ്റി സ്റ്റാറ്റിക് API എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കണം. ഓക്കെ, ഇത് കൊടുക്കുക. സ്റ്റാറ്റിക് അവിടെ നിന്ന് API ഇവിടെ ഫോളോ ചെയ്യുക. ഇവിടെ API എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് കണക്ഷൻ ഒന്ന് നോക്കുക. ഇവിടെ നമുക്ക് ഗ്രീൻ കളർ ഒരു ഇൻഡിക്കേഷൻ അതായത് വരാൻ ചാൻസ് ഉണ്ട്, വരും. അതാണ് ഗ്രീൻ കളറിലെ ഇൻഡിക്കേഷനാണ് വരുന്നത്. ഇപ്പോൾ ഓറഞ്ച് ജസ്റ്റ് എന്തോ ഒരു ടെക്നിക്കൽ ഗീച്ചാന്ന് തോന്നുന്നു. അതിൻ്റെ ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇത് അതുപോലെ തന്നെ കോപ്പി ചെയ്ത് വിടണം. അതായത് ഈ ഒരു കാണുന്ന HTTPS:// ഈ ഒരു ലിങ്ക് അതുപോലെ തന്നെ നിങ്ങൾ അടിക്കണം. ഓക്കെ, ഇവിടെ ടെസ്റ്റ് കണക്ഷൻ ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു ഇതുള്ള ബേസ്ഡ് ആണെങ്കിൽ സംതിങ് ഉണ്ടെന്ന് തോന്നി. ഞാൻ ജസ്റ്റ് അപ്ലൈ കൊടുക്കാം.
സേവൻ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് മേ ബി എനിക്ക് അങ്ങനെ വരുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് അങ്ങനെ വരില്ല, അതായത് ഡയറക്റ്റ് ഗ്രീൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, അതായത് ജസ്റ്റ് ഇത് നമ്മൾ ക്ലോസ് ചെയ്തിടുക. ഇവിടെ ഗേറ്റ് അഡ്മിൻ ലെവലിലാണ് നടക്കുന്നത്, ഗേറ്റ് വേ ബേസ്ഡ് ആണ് നടക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് ഹൈ ഗ്രൂപ്പ് നോക്കുന്നു, റിപ്ലൈ ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് വാരി ഇട്ട് കൊടുക്കുന്നു, നമുക്ക് നോക്കാം റിപ്ലൈ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലോഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ തന്നെ ഉപയോഗിക്കാം. ഒപ്റ്റിമസ് 5 നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. 4.8 ഏറ്റവും കൂടുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതിനകത്തൊരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു API സർവീസ് നമുക്ക് 14 days ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പ്ലാൻ അതിനകത്ത് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ API ഇത് വരത്തുള്ളൂ. നമ്മൾ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ API വെച്ച് മറ്റേ ക്ലോഡിൻ്റെ ഇത് വെച്ച് പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഒരു നോർമലായിട്ടുള്ളൊരു സ്കെയിലിങ്ങിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേറെ യൂസർ നെയിം മീൻസ് ലൈക്ക് Gmail അഡ്രസ്സസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ആക്സസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ക്ലോഡിൻ്റെ വീഡിയോ കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ കൂടി ഞാൻ കാണിക്കാനുള്ളത്, അതായത് ഫസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫേസിലേക്കായിരിക്കും വരുന്നത്. ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റാൾ എല്ലാം ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ ലോക്കൽ കണക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എടുക്കാൻ നേരത്തെ നിങ്ങൾക്ക് ജിറ്റിൻ്റെ ഓപ്ഷൻ ചോദിക്കും. അതായത് ജിറ്റ് നമ്മുടെ സർവീസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ നമ്മൾ ജിറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ലോക്കലി കണക്ട് ചെയ്ത് എടുക്കേണ്ടി വരും. പക്ഷേ ലോക്കലി കണക്ട് ചെയ്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല സ്ലോ ആയിരിക്കും. നമുക്ക് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കൊരു നമ്മുടെ ക്ലോഡിൻ്റെ അതേ ഒരു പെർഫോമൻസ് നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ എടുത്തിട്ട് അവിടെ ജിറ്റ് ഡൗൺലോഡിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് എനേബിൾ ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഓപ്ഷൻസ് അതിനകത്ത് അവൈലബിൾ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.